ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആയുർവേദത്തിൽ സ്ത്രീരോഗ ചികിത്സയിൽ വളരെ അറിയപ്പെടുന്ന ഒരു ഔഷധമായ സുകുമാരം കഷായത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ സുകുമാരം കഷായത്തിലെ പ്രധാനപ്പെട്ട ചേരുവകളെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ദശമൂലം, തഴുതാമ, ആവണക്ക്, ശതാവരി, ഇരട്ടിമധുരം ഇങ്ങനെ തുടങ്ങിയ അനവധി മരുന്നുകൾ ചേർത്തിട്ടാണ് ഈ സുകുമാരം കഷായം ഉണ്ടാക്കുന്നത്. ഇനി ഈ സുകുമാരം കഷായത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ സൈഡ് എഫക്റ്റുകളെക്കുറിച്ചും നമുക്കൊന്ന് മനസ്സിലാക്കാം. മുകളിൽ പറഞ്ഞ പോലെ സ്ത്രീരോഗ ചികിത്സയിൽ വളരെ പേരുകേട്ട ഒരു ഔഷധമാണ് സുകുമാരം കഷായം. പ്രത്യേകിച്ച് വന്ധ്യത, സ്ത്രീകൾക്കുണ്ടാകുന്ന വന്ധ്യതയ്ക്ക് ഏറ്റവും ഉത്തമമായ ഒരു ഔഷധമാണ് സുകുമാരം കഷായം. അതിനു പുറമെ സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ ക്രമക്കേടുകൾ, ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനകൾ, അതുപോലെ ആർത്തവമില്ലാത്ത അവസ്ഥ, pcod, ഗർഭാശയ മുഴകൾക്കൊക്കെ ഒരു വിശേഷപ്പെട്ട ഔഷധമാണ് ഈ സുകുമാരം കഷായം. പൊതുവേ ഈ സുകുമാരം കഷായത്തിൻ്റെ ഡോസേജ് എന്ന് പറയുമ്പോൾ രാവിലെ വെറും വയറ്റിൽ 15 മില്ലി 45 മില്ലി ചൂടുവെള്ളത്തിൽ ചന്ദ്രപ്രഭ പോലുള്ള അനുയോജ്യമായ ഗുളികൾ ചേർത്ത് രാവിലെയും വൈകുന്നേരവും ഒരു വൈദ്യ നിർദ്ദേശത്തിൽ ഉപയോഗിക്കാവുന്ന ഈ പറഞ്ഞ സ്ത്രീരോഗങ്ങൾക്ക് പുറമെ ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അൾസർ, മലബന്ധം, ഹെർണിയ, IBS തുടങ്ങിയ രോഗങ്ങൾക്കും ഒരു വിശേഷപ്പെട്ട ഔഷധം. പൊതുവേ ഈ സുകുമാരം കഷായം കഴിക്കുമ്പോൾ ചില സൈഡ് എഫക്റ്റുകളായിട്ട് പറയുന്നത്, ചില ആളുകളിൽ ഓവറായിട്ട് ബ്ലീഡിങ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ മെൻസസ് ടൈമിൽ വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. തുടങ്ങിയ ചില അപൂർവമായിട്ടുള്ള സൈഡ് എഫക്റ്റുകളും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ സുകുമാരം കഷായം ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.